കോതമംഗലം കുട്ടമ്പുഴയിൽ വീണ്ടും കാട്ടാനകളുടെ ജഡം. പൂയംകുട്ടി പുഴയിൽ അഴുകിയ നിലയിലാണ് 2 ആനകളെ കണ്ടെത്തിയത്. ഒരു മാസത്തിനിടെ 8 ആനകളെയാണ് പൂയംകുട്ടി പുഴയിൽ കണ്ടെത്തിയത്. ആനകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിലെല്ലാം പുറത്തേറ്റ ക്ഷതവും വാരിയലുകൾ കുത്തിക്കേറിയതും കണ്ടെത്തിയിരുന്നു. പീണ്ടിമേട് വെള്ളച്ചാട്ടത്തിന് മുകൾ ഭാഗത്തെ തോട് മുറിച്ചു കിടക്കുന്നതിനിടെയാകാം അപകടമുണ്ടാകുന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ലാൽകൃഷ്ണ വിവരങ്ങളുമായി ചെയ്യുന്നു. ലാൽ, ഇതൊരു അതിഗുരുതരമായ കാര്യമാണ്. ഒരു മാസത്തിലെ 8 കാട്ടാനകൾ സമാന രീതിയിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നു. നിലവിൽ വനപാലകരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? പോസ്റ്റ്മോർട്ടത്തിൽ അസ്വാഭാവികതകളൊന്നുമില്ലെന്ന് മനസ്സിലാക്കുന്നു. എല്ലാത്തിനും സാരമായ അല്ലെങ്കിൽ ഒരേപോലത്തെ ഒരേ രീതിയിലുള്ള പരിക്കാണെന്നും മനസ്സിലാക്കുന്നു. നിലവിൽ പ്രാഥമിക അനുമാനത്തിൽ എങ്ങനെ സംഭവിക്കുന്നു ഈ ആനകൾക്ക് അപകടം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുഹൈൽ, ഈ പൂയംകുട്ടി, അതായത് നമ്മൾ തെളിച്ച് പറയുകയാണെങ്കിൽ പുലിമുരുകൻ സിനിമ ഷൂട്ട് ചെയ്തൊരു പ്രദേശമാണ് പൂയംകുട്ടി എന്ന് പറയുന്നത്. അവിടെ ഈ സിനിമയുടെ ഒരു ഫൈറ്റ് സീനിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ വെള്ളച്ചാട്ടമുണ്ട്, പിണ്ടിമേട് വെള്ളച്ചാട്ടം എന്നാണ് ഇതറിയപ്പെടുന്നത്. അതായത് ഉൾവനത്തിൽ ഉള്ള പ്രദേശമാണ്, ഓഫ് റോഡാണ്. പഴയ രാജപാത, അതായത് കൊച്ചി മൂന്നാർ രാജപാതയുടെ ഭാഗമായിട്ടുള്ള പ്രദേശത്തിലൂടെ ഉൾവനത്തിലേക്ക് കയറി പോകുമ്പോഴുള്ള ഒരു വെള്ളച്ചാട്ടമാണ് പിണ്ടിമേട് വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സമീപത്ത് തന്നെ ഒരുപാട് ഈറ്റകളും ഇല്ലികളും എല്ലാം ഉണ്ട്. നേരത്തെ തന്നെ വനപാലകർ ഇത് ഒരു മരണകാരണമാകാം ആനകളുടേതെന്ന് സംശയിക്കാനുള്ള പ്രധാന കാരണം ഈ ഇല്ലിക്കമ്പുകൾ തിന്നാൻ വേണ്ടി പലപ്പോഴും കാട്ടാനകൾ അവിടേക്ക് എത്താറുണ്ട്. ഈ ആനകൾ പലപ്പോഴും അവിടെ എത്തുന്ന സമയത്ത് മലവെള്ളപ്പാച്ചിലുകളോ മറ്റോ ഉണ്ടാകുന്ന സമയത്ത് കാൽ വഴുതി അവിടെ നിന്ന് താഴേക്ക് പതിക്കുന്നതാകാം എന്നുള്ളതാണ്. നമ്മൾ സാധാരണഗതിയിൽ താഴേക്ക് പതിക്കുന്നതായിട്ട് മാത്രം ചിത്രീകരിക്കരുത്. വലിയ ആഴത്തിലേക്കാണ് ഈ ആനകൾ പതിക്കുന്ന സമയത്ത് പുറകിലേൽക്കുന്ന ക്ഷതം, വാരിയല്ലുകൾ പൊട്ടുന്നത്, ആ പൊട്ടിയ വാരിയിൽ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ കുത്തിക്കയറുന്നത്, ഇങ്ങനെയെല്ലാമാണ് ആനകളുടെ മരണകാരണം ആകുന്നത്. പലപ്പോഴും ദുർബലരായ ആനകൾ, അതായത് പിടിയാനകളാണെങ്കിലും കൊമ്പനാനകളാണെങ്കിലും താരതമ്യേന ചെറിയ ആനകൾ അല്ലെങ്കിൽ ആരോഗ്യപരമായി വലിയ ബലമില്ലാത്ത ആനകൾ, ഇവരൊക്കെയാണ് ഈ അപകടത്തിൽപ്പെടുന്നത്. പുഴ മുറിച്ച് കടക്കുന്ന സമയത്ത് മറ്റാനകൾ എല്ലാം ഒരുപക്ഷെ അപ്പുറത്തെത്തുകയോ അല്ലെങ്കിൽ പുഴ മുറിച്ച് കടക്കാൻ തയ്യാറാവാതിരിക്കുകയോ ചെയ്യും. ധാരാളം വെള്ളം കിട്ടും, അതോടൊപ്പം തന്നെ ഭക്ഷണത്തിനും ധാരാളം സംവിധാനമുണ്ട് എന്നുള്ളതാണ് ആനകളെ ഈ മേഖലയിലേക്ക് കൂടുതൽ അടുപ്പിച്ചിരുന്നത്. മാത്രമല്ല, സമീപകാലത്തായിട്ട് ആനകളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള വർധനമുണ്ടായിട്ടുണ്ട്. നിലവിലുള്ള കണക്കനുസരിച്ച് 8000-ലധികം ആനകൾ ഇപ്പോൾ കേരളത്തിൻ്റെ മേഖലയിലുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു വനപ്രദേശം 8 ആനകളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സമാനമായ രീതിയിൽ വാരിയലുകൾ കുത്തിക്കേറിയതും പുറത്തേറ്റ ക്ഷതവും ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരേ സ്ഥലത്ത് നിന്നാണ് അപകടം സംഭവിച്ചത്. ആ ഒരിടം തന്നെയാണ് പ്രധാനമായ അപകട കേന്ദ്രമായിട്ട് കണക്കാക്കുന്നതും. അങ്ങനെയാണോ വിലയിരുത്തേണ്ടത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് പ്രധാന അപകട കാരണമായിട്ടുള്ളത്. അതായത് പുറത്തേൽക്കുന്ന ക്ഷതം എന്നുള്ളത് വലിയ രീതിയിലുള്ള പരിക്കായി തന്നെ പല ആനകളുടെയും ഉണ്ടാകുന്നുണ്ട്. ചില ആനകളുടെ ശരീരഭാഗത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രദേശത്തായിരിക്കും, അല്ലെങ്കിൽ ഇടതോ വലതോ ഭാഗത്തായിരിക്കും അവിടെ വാരിയലുകൾ പൊട്ടിയതായിട്ടും കാണപ്പെട്ടിട്ടുണ്ട്. ഈ വാരിയലുകൾ ചില ആനകളുടെ ശരീരത്തിൽ കുത്തിക്കേറിയതായിട്ടും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതായത് പിണ്ടിമേട് വെള്ളച്ചാട്ടം ആനകൾക്ക് ഒരു സൂയിസൈഡ് പോയിൻ്റായി മാറുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടമാകുന്നതിന് പ്രധാന കാരണമായി മാറുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞ പ്രസ്ഥാനം പിൻവലിക്കുകയാണ്. ഈ ജീവൻ നഷ്ടമാകുന്നതിന് കാരണമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിൻ്റെ പ്രധാനപ്പെട്ട നിരീക്ഷണം. അതായത് ഈ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തീറ്റ തിന്നുന്നതിന് വേണ്ടി പുഴ കുറുകെ കിടക്കുന്ന കാട്ടാനകൾ പലപ്പോഴും അപ്രതീക്ഷിതമായി ഉണ്ടാക്കുന്ന മലവെള്ളപ്പാച്ചിലോ അല്ലെങ്കിൽ തെന്നിക്കിടക്കുന്ന പാറ മൂലമോ താഴേക്ക് പതിക്കാൻ കാരണമാകുന്നുണ്ട്, കാല് തെന്നി വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർക്ക് ബോധ്യപ്പെട്ടത്. ഇത് ഇന്നും ഇന്നലെയും ഉണ്ടായ സംഭവമൊന്നുമല്ല. ഈ ഒരു കഴിഞ്ഞ മാസത്തിനിടയിൽ 8 ആനകളാണ് എങ്കിൽ അതിൽ 3 ആനകൾ കൊമ്പനാനകളും ബാക്കി പിടിയാനകളുമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിരീക്ഷണം. പക്ഷേ മുൻ വർഷങ്ങളിലും സമാനമായ ഇത് ആവർത്തിച്ചിട്ടുണ്ട്. അതായത് വർഷത്തിലെ കണക്ക് വളരെ കുറവായിരുന്നു എങ്കിൽ പോലും ആനകളുടെ ജഡം കൂടുതൽ. മഴക്കാലം എടുക്കുമ്പോൾ സ്വാഭാവികമായ വനത്തിൽ പല പ്രതിഭാസങ്ങളും ഉണ്ടാകും, മലവെള്ളപ്പാച്ചിലുണ്ടാകും, ഉരുൾപൊട്ടലുണ്ടാകും. അത്തരത്തിൽ കഴിഞ്ഞ വർഷം ഈ മഴക്കാലത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഈ മാസത്തെ സമയത്ത് തന്നെ സമാനമായ രീതിയിൽ ആനകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ജഡം കണ്ടെത്തിയിട്ടുണ്ട്, സമാന പരിക്കുമുണ്ട്. അതായത് മഴക്കാലത്തുണ്ടാകുന്ന ഒരു അപകടം എന്ന രീതിയിലും വിലയിരുത്താം. തീർച്ചയായിട്ടും മഴക്കാലത്താണ് ഈ അപകടങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. അതായത് ജൂൺ മുതൽ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയുള്ള സമയങ്ങൾക്കിടയിലാണ് പലപ്പോഴും ഈ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത്തവണയും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ജൂലൈ മാസത്തിൽ പോലും ഇത്രയധികം സംഭവങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പക്ഷേ ഓഗസ്റ്റ് മാസം തുടങ്ങിയതോടുകൂടി മരണസംഖ്യ അല്ലെങ്കിൽ ആനകൾ ചെറിയുന്നതിൻ്റെ എണ്ണം നമുക്ക് കൂടുതൽ കണ്ടെത്തി. എല്ലാ ആനകളുടെയും ഈ ജഡം നമ്മൾ കണ്ടെത്തിയത് പൂയംകുട്ടി പുഴയിൽ തന്നെയാണ്. പ്രധാനമായിട്ടും ജനവാസ മേഖലകൾ തുടരുന്നത് ഈ മണികണ്ഠൻ ചാല് ചപ്പാത്തിനോട് ചേർന്നുള്ള പ്രദേശത്താണ്. അവിടെ നിന്ന് താഴേക്ക് പോകുന്ന പ്രദേശത്തോ അല്ലെങ്കിൽ അവിടെ നിന്ന് കണ്ടെത്തിയാൽ കാണാവുന്ന സ്ഥലത്തോ ഉള്ള പ്രദേശത്തു നിന്ന് മാത്രമാണ് ആനകളുടെ ജഡങ്ങൾ കണ്ടെത്തിയിട്ടുള്ളൂ. ഉൾവനങ്ങളിൽ ജഡങ്ങളുണ്ടോ എന്ന കാര്യം പോലും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ആദ്യഘട്ടം മുതൽ തന്നെ ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ പല മേഖലകളും കാട്ടാന വേട്ട പോലും നടന്ന ഇടങ്ങളാണ്. അത് വലിയ സംഭവങ്ങൾക്കും വലിയ കണ്ടെത്തലുകൾക്കും വലിയ അന്വേഷണങ്ങൾക്കും വരെ
പാത്രമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്ന് അന്വേഷിക്കാൻ വരെ വലിയ രീതിയിലുള്ള വാദങ്ങൾ പോലും ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടം പോലും കൃത്യമായി വേണം എന്നുള്ള നിർബന്ധം വനം വകുപ്പും പിടിച്ചത്. ആ പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ ആനയ്ക്കേറ്റ ക്ഷതമാണ് മരണത്തിന് കാരണം, ആനയെ ചെരിയാനുള്ള കാരണം എന്നുള്ളത് ബോധ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് അന്വേഷണങ്ങൾ നടത്തുകയും ഒരു ഘട്ടത്തിൽ പിണ്ടിമേട് നേരിട്ട് പോയി വനപാലകർ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. വലിയ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നതിനോടൊപ്പം തുടർച്ചയായി വെള്ളം ഒഴുകി മിനുസമായ പാറകൾ ആ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ ആനകൾ വെള്ളത്തിൽ പായലിൽ ചവിട്ടി തെന്നി വീഴാനുള്ള സാധ്യത, ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടാകുമ്പോൾ താഴേക്ക് പതിക്കാനുള്ള സാധ്യത, ഇതെല്ലാം വനപാലകർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആനകളുടെ എണ്ണത്തിലും വലിയ ക്രമാതീതമായ എണ്ണം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കുണ്ടാകാവുന്ന എണ്ണവും അവർ തീറ്റ തേടിയുള്ള യാത്രയും മഴക്കാലത്ത് പോലും കാടുകളിൽ നിന്ന് കാടുകളിലേക്ക് സഞ്ചരിക്കുകയും ഇങ്ങനൊരു സംഭവം, ഇത്തരത്തിൽ ആനകൾ അപകടത്തിൽപ്പെടുന്നത്, പ്രത്യേകിച്ച് മഴക്കാലത്ത് അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. ഈ ഒരു പറയുന്ന പ്രത്യേക മേഖലയിലേക്ക് ഭക്ഷണം തേടി വരുമ്പോഴാണ് ആഴത്തിൽ വീഴുകയും തുടർന്ന് ഇത്തരത്തിൽ പുറത്ത് ക്ഷതമേറ്റ് വാരിയലുകളടക്കം കുത്തിക്കയറി മരണം സംഭവിക്കുകയും ചെയ്തു. ഇതിനൊരു നമുക്ക് അറിയുന്നത് പോലെ തന്നെ ആനകളുടെ ജീവനും അത് പ്രാധാന്യപ്പെട്ടതാണ്. ഇതിനൊരു പരിഹാരം എന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ആ ഭാഗത്തേക്ക് ഒരു ബാരിയർ ഉണ്ടാക്കാൻ, ആ ഭാഗത്തേക്കുള്ള ആനയുടെ സഞ്ചാരം നിയന്ത്രിക്കാനോ തടയാനോ എന്തെങ്കിലും വനം വകുപ്പിനെ കൊണ്ട് ഈ ഘട്ടത്തിൽ സാധിക്കുന്ന കാര്യമാണോ? സുഹേൽ, അതിൻ്റെ അതൊരു വലിയ പ്രശ്നം, അതായത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ അവരുടെ സഞ്ചാരം തടയുന്ന രീതിയിൽ ഒരു ഫെൻസിങ്ങോ മറ്റോ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ മഴക്കാലത്തും വേനൽക്കാലത്തും, പ്രത്യേകിച്ച് വേനൽക്കാലത്ത് സുലഭമായി വെള്ളം കിട്ടുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് പിണ്ടിമേട് വെള്ളച്ചാട്ടത്തിന് മുകൾ തട്ടാണ്. ഈ മുകൾ തട്ടിലേക്ക് എത്തി അവിടെ നിന്ന് ഭക്ഷണവും വെള്ളവും ഒരുപോലെ ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ജനവാസ മേഖലയിലേക്ക്, പ്രത്യേകിച്ച് കുട്ടമ്പുഴയിലെ ആദിവാസി മേഖലകളിലേക്ക് കാട്ടാന എത്തി ശല്യം ചെയ്യുന്നതോ ഉപദ്രവം ചെയ്യുന്നതോ ആയിട്ടുള്ള പ്രതിഭാസം വളരെ കുറവാണ്. ഒരു പക്ഷേ അത് തടയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആന മറ്റൊരു വഴി തരുന്നത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുക എന്നുള്ളതായിരിക്കും. ഈ കാട്ടാനക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പവും ഇര കിട്ടാനും വെള്ളം കിട്ടാനും ഏറ്റവും എളുപ്പവും ജനവാസ മേഖലയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാട്ടാനക്കൂട്ടം എല്ലാം പൂർണ്ണമായിട്ടും നമ്മൾ എണ്ണി തീർക്കാവുന്നതോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതോ ആയ ഒരു സംഖ്യയല്ല. അതുകൊണ്ട് തന്നെ അവർ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം അതിലും വലുതാണ്. മറ്റൊരു പോംവഴി എന്നുള്ളതിനെക്കുറിച്ച് വനംവകുപ്പ് ആലോചിക്കുന്നുണ്ട്. പക്ഷെ അത് നിലവിൽ പ്രായോഗികമായി നടക്കുന്ന ഒന്നല്ല. എന്തായാലും നേരത്തെ ചെറായ ബീച്ചിലും ഒരു ആനയുടെ ജഡം കണ്ടെത്തിയിരുന്നു. മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്ന് മലവെള്ളപ്പാച്ചിൽ ഒഴുകിയെത്തിയതാണെന്ന് നിഗമനത്തിലായിരുന്നു വനം വകുപ്പ്. സമാന രീതിയിൽ ഇപ്പോൾ പൂയംകുട്ടി പുഴയിലും അഴുകിയ നിലയിൽ 2 ആനകളെ കണ്ടെത്തിയിരിക്കുന്നു. ഒരു മാസത്തിനിടെ 8ലേറെ ആനകളാണ് സമാനമായി മരിച്ചതിൽ കണ്ടെത്തിയത്. ഇതിനൊക്കെ കാരണം ഈ പറഞ്ഞതുപോലെ ഭക്ഷണം ശേഖരിക്കാൻ പോകുമ്പോൾ ഈ വനത്തിൽ നിന്നുണ്ടാകുന്ന മലവെള്ളപ്പാച്ചിൽ അപകടത്തിൽപ്പെട്ട് ഏൽക്കുന്ന ക്ഷതമാണെന്ന അടക്കം നിഗമനത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേക്ക് അടക്കമാണ് വനം വകുപ്പിന്റെ നിരീക്ഷണങ്ങളും നിഗമനങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നത്. ലാൽ കൃഷ്ണയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.